കുന്നോളം സ്വപ്നങ്ങൾ ഒരു കുഞ്ഞു ബാഗിലാക്കി ഒരു നീണ്ട യാത്ര. അതാണ് ഞങ്ങളുടെ ഈ ഓൾ ഇന്ത്യ ട്രിപ്പ് എന്ന് പറയുന്നത്. വെൽക്കം ബാക്ക് ടു ട്രിപ്പിംഗ് വിത്ത് ഈസി. ഞങ്ങൾ ഇന്നലെ ഷാല പരപ്പൻ്റെ കൂടെയും അതുപോലെ ഷാനുവിൻ്റെയും കൂടെയും അടിച്ചു പൊളിച്ചു. ഇന്ന് രാവിലെ അവർ സൈക്കിളായിട്ട് ഇറങ്ങി, ഞങ്ങൾ കാറായിട്ട് ഇറങ്ങി. ഇപ്പം സമയം ഏകദേശം 10:45 കഴിഞ്ഞ് 11 മണി ആവാനായി. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 5 മണിക്കൂറും കൂടെ ലേയിലേക്കും ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ സോജില പാസ് കയറിയപ്പോഴാണെന്നുണ്ടെങ്കിലും ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം ഇനി നമ്മൾ ടുവാർഡ്സ് ലേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചേ ഇല്ല. 12:30 വരെ ഞങ്ങൾ 4 പേരും മോനോട് സംസാരിച്ചിരിക്കുന്നു. നമ്മൾ നല്ല കമ്പനി ആയിട്ടോ. പിന്നെ എന്താ വിചാരിച്ചാല് ഇവിടുത്തെ ഈ റൂട്ടുകളൊക്കെ കണ്ടില്ലേ, ഇതിലൂടെ സൈക്കിൾ ഓടിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര ഡിഫിക്കൽട്ടി ആണ് കേട്ടോ. അവരെ സമ്മതിക്കണം, കാരണം അത് ചെറിയ കാര്യമില്ല. നമ്മൾ ഇരുന്ന് സംസാരിക്കും, നമ്മൾ വിചാരിക്കും ചുമ്മാ സൈക്കിൾ ചവിട്ടിയാൽ പോരെന്ന്. നാട്ടിലൊരു ചെറിയ കയറ്റം കാണുമ്പോൾ തന്നെ നമ്മൾ സൈക്കിൾ നിന്ന് ഇറങ്ങിയിട്ട് തള്ളി കയറ്റുക ചെയ്യുക. ഇവിടുത്തെ കയറ്റങ്ങൾ കാണുമ്പോൾ നമ്മൾ ഈ ആൾട്ടിറ്റ്യൂഡ് ഏകദേശം ഇപ്പം തന്നെ 16,000 മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ അവർ ഇത്രയും ഓടിച്ച് എത്തുക എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ശരിയാണ്. ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് അവരെന്തായാലും നമ്മൾ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇവരെ കണ്ടിട്ട് തന്നെ ഇതുപോലെ കുറെ ആൾക്കാർ ഇങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്, എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മുന്നോട്ട് വരട്ടെ. അപ്പൊ അങ്ങനെ പോകുന്ന എല്ലാവരെയും ഞങ്ങള് എന്താവശ്യമെങ്കിലും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യാം. പിന്നെ അങ്ങനെ ആര് പോവാണെങ്കിലും ഞങ്ങളെ എല്ലാവിധ സപ്പോർട്ടും എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. ബൈക്ക് വേണം, കാറ് വേണം, സൈക്കിൾ വേണം, എങ്ങനെയില്ലടോ, നടന്നും പോവാം, എങ്ങനെ ലിഫ്റ്റ് ചോദിച്ചു പോവാം. ഏത് രീതി വേണമെങ്കിലും നമുക്ക് ആഗ്രഹം ഉണ്ടായാൽ മാത്രം മതി. നമുക്ക് സ്ഥലങ്ങൾ കാണണം. നമ്മളൊരു ജീവിതമേ ഉള്ളൂ. നമ്മൾ മരിച്ചു പോകുന്നതിന് മുന്നേ മെമ്മറി ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിലുള്ള പല അത്ഭുതങ്ങളും നമ്മൾ നേരിട്ട് കണ്ടിട്ട് വേണം മടങ്ങിപ്പോയാൻ. അപ്പോൾ അത് പൈസ ആയിട്ട് പോകാമെന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ അതിനെ നിൽക്കണ്ടാവുള്ളൂ. നമ്മൾ എന്നാണെന്നുണ്ടെങ്കിലും നമ്മളെ സ്ഥിതി നമുക്കേ അറിയുള്ളൂ. കാറ് പോകുന്നുണ്ടെന്നുള്ളൂ, പക്ഷെ നമ്മളും അതിനുള്ള ബഡ്ജറ്റ് ഓൾറെഡി വാങ്ങിച്ചിട്ട് ബാക്കിയുള്ള ഇനിയിപ്പം വന്ന് കടം വീട്ടിയിട്ട് തീർക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇനി വെക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആരോഗ്യം സംബന്ധിച്ചോളണമെന്നില്ല കുറച്ചങ്ങോട്ട് പോകുമ്പോൾ. അപ്പം ആരോഗ്യവും സമയവും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് തന്നെ കഴിയുന്നതും എല്ലാവരും ഈ യാത്രകൾക്ക് വേണ്ടി മുന്നോട്ട് പോവുക. പറഞ്ഞോടുക്ക്. അപ്പൊ ഞങ്ങള് പിന്നിലിതാ ഷഹലയും ഷാനും അവര് രണ്ടാളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിതാ പോവാണ്. പിന്നാലെ അവരും. 2 പേര് ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് ലേ ആണ് കേട്ടോ. നമ്മളെ കാർഗിലെ വ്യൂ ആണ് കേട്ടോ അത്. ഈ വ്യൂസ് ഒക്കെ കാണുമ്പോഴാണ്, ഇവിടെ ഓരോ സ്ഥലം കഴിയുമ്പോഴും വേറെ വേറെ വ്യൂ ആണ്. ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ മലനിരകളാൽ ചുറ്റപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തൊരു ഗ്രാമം കാണണമെന്നുണ്ടെങ്കിൽ ഒരു 60 to 100 കിലോമീറ്റർ വരെ നമ്മൾ ട്രാവൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് അടുത്ത ഗ്രാമത്തിൽ എത്താൻ പറ്റുള്ളൂ. ഇതിനിടയ്ക്കെന്ന് വെച്ചാൽ ഒരു അത്യാവശ്യ സർവീസുകൾ നമുക്ക് കിട്ടൂല കേട്ടോ. പിന്നെ ആണെങ്കിൽ ഈ വിൻ്റർ സീസണൊക്കെ ആയി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവിടെ മൊത്തം മഞ്ഞ് വീണിട്ട് ഈ ഗ്രാമങ്ങൾ തന്നെ ഒറ്റപ്പെട്ടു പോകും. ആ സമയത്ത് ഇവർക്ക് എന്തെങ്കിലും എമർജൻസി ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ ആർമിക്കാർ തന്നെയാണ് എത്തിച്ചു കൊടുക്കുക. പിന്നെ ഈ ഗ്രാമങ്ങളിലുള്ള ആളുകളാണെങ്കിലും എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ, വേറൊരു സിറ്റിയിലേക്ക് ഇവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ മലകളൊക്കെ കയറി ഇറങ്ങേണ്ടി വരുന്നതുകൊണ്ട് ഇവരും വളരെ റെയറായിട്ട് മാത്രമാണ് ഇവരുടെയും പുറത്തേക്കുള്ള യാത്രകൾ എന്ന് പറയുന്നത്. നമ്മളിതാ അപ്പോൾ ജസ്റ്റ് രക്ഷപ്പെട്ടതാട്ടോ. നിങ്ങൾ കണ്ടില്ലേ, ആ സൈഡിലുണ്ടായിരുന്നത് JCB ആണ്. അയാൾ കാറ് വരുന്നത് കണ്ടുകൊണ്ടാണ് പെട്ടെന്ന് അതിൻ്റെ ആ ഒരു JCB പെട്ടെന്നൊന്ന് തിരിച്ചപ്പോൾ നമ്മളെ കാറ് ഒന്ന് വെട്ടിച്ചിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഇപ്പം അവിടെ ആക്സിഡൻറ്റ് നടന്നേനെ. ശരിക്കും ഈ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ആക്സിഡൻറ്റ് പ്രോൺ ഏരിയാസാണ് കേട്ടോ. നമ്മളെപ്പോലെ കാണാൻ വേണ്ടിയിട്ട് വന്ന ടീമാണ് കേട്ടോ. ഇതാ അവരവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. ഇവിടെ എവിടെ വേണമെങ്കിലും ഇറങ്ങി ഫോട്ടോ എടുക്കാമല്ലോ, അത്രയ്ക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാ സൈഡിലും വരുന്നവർ മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടുന്ന് പോകുന്നത്.
നമ്മൾ ഇത്രയും തണുപ്പുള്ള ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയനിൽ വന്ന സമയത്ത് നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം കേട്ടോ. നമ്മളിങ്ങനെ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയനിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഡ്രസ്സ് ധരിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ധരിക്കേണ്ടത് തെർമൽസ് ആണ്. തെർമൽസ് ആണ് നമ്മളെ ബോഡീനെ എപ്പോഴും ഹീറ്റായിട്ട് നിർത്തുക. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ എന്ത് ഡ്രസ്സാണോ ധരിക്കുന്നത് അതിടുക. പിന്നെ മേലെ വേണമെങ്കിൽ നമുക്ക് ഓവർകോട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം തെർമൽസ് പറയുമ്പം ഇത് നമ്മളെ ഈജേൻ്റെ തെർമൽസ് ആണ് കേട്ടോ. ഇത് അതിൻ്റെ തെർമൽസിൻ്റെ പാൻറ്റും ആണ്. അപ്പം ഇതിൻ്റെ മേലെ ജീന് ഇടുകയാണ് ചെയ്തത്. പിന്നെ മേലെ ഓവർകോട്ടുമാണ് ഈജയ്ക്ക് ഞങ്ങൾ ഇട്ട് കൊടുത്തത്. ഞങ്ങളും അതുപോലെ തന്നെയാണ് ഇട്ടത്. പിന്നെ നമ്മൾ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡും പിന്നെ നല്ല തണുപ്പുള്ള റീജിയനിൽ നിൽക്കുന്ന സമയത്ത് ഏറ്റവും അധികം തണുപ്പ് ബാധിക്കുക നമ്മളെ കഴുത്തിനെയും പിന്നെ അതുപോലെ തന്നെ കാലിനെയാണ്. അപ്പം നമ്മൾ കാലിൽ എപ്പോഴും വുള്ളൻ്റെ സോക്സ് യൂസ് ചെയ്യുക. പിന്നെ നെക്കിന് ഇതുപോലത്തെ എന്തെങ്കിലും യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്കാർഫ് പോലെ ഷോള് ചുറ്റുകയും ചെയ്യുക. പിന്നെ നമ്മൾ ചെവി എപ്പോഴും നന്നായിട്ട് കവർ ചെയ്യണം. അപ്പം ഡ്രസ്സിങ്ങിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഫുൾ ബോഡി കവർ ചെയ്തിട്ട് വേണം നിൽക്കാൻ. ഇല്ലെങ്കിൽ ഏത് വഴിയായാലും ഈ തണുപ്പ് കയറി കഴിഞ്ഞാൽ ബോഡി പെട്ടെന്ന് മരവിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇതുവരെ കയറി വന്ന വഴികളാണ് ഇതൊക്കെ. ഇത് തന്നെ ഭയങ്കര നല്ല വഴികളാണ്, നല്ല നല്ല കാഴ്ചകളുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ ഇനി മുന്നിലേക്ക് എടുക്കുമ്പോൾ അതിലും നല്ല കാഴ്ചകളാണുള്ളത്. ഇവിടെ പോയി ഏത് ഭാഗത്താണ് ക്യാമറ ഒഴിവാക്കേണ്ടത് മാത്രമേ. ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നതോടെ ഇവിടെയുള്ള ബിൽഡിങ്ങുകൾ രൂപമൊക്കെ മാറുകയാണ് കേട്ടോ. ബിൽഡിംഗ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ വലിയ വലിയ ബിൽഡിങ്ങുകളൊന്നും കാണാനില്ല. പിന്നെ ഫുള്ള് ബ്രിക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ അധിക വീടുകളായാലും പിന്നെ വേറെ എന്തെങ്കിലും ബിൽഡിങ്ങുകളായാലും അതിൻ്റെ മുകളിലൊക്കെ പുല്ല് പൊതപ്പിച്ച പോലെയാണ് കാണുന്നത്. അതെന്താ വിചാരിച്ചാൽ എപ്പോഴും ഇങ്ങനെ ഈ ആക്രമണം ഉണ്ടാവുന്ന ഏരിയകളാണല്ലോ. അപ്പം റഡാർ വഴി ഇവർ
ഭീകരർ നോക്കുന്ന സമയത്ത് ഈ വീടിൻ്റെ ഒക്കെ മുകളിൽ പുല്ല് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് പച്ചക്കളറിലാക്കുകയാണ്. അപ്പോൾ പച്ചക്കളറിൽ കാണുന്ന സമയത്ത് അത് വല്ല മരങ്ങളെ കൂട്ടോ അല്ലെങ്കിൽ പുല്ലുള്ള ഏരിയ ആണെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് ആക്രമിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഒരു പണി ചെയ്ത് വെക്കുന്നത്. ശരിക്കും ഏത് സമയത്തും ആക്രമണം പേടിച്ചുകൊണ്ടാണെന്നും നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഇതുവരെയുള്ള യാത്രയിൽ ഞങ്ങൾ 3 പേരല്ലേ നിൽക്കതാ. ഞങ്ങൾ ഈ കാറുണ്ടല്ലോ, ഇത് ഞങ്ങൾ സ്വന്തം എന്താ പറയുക, ഞങ്ങൾ രണ്ടാമത്തെ ഒരു കുട്ടിയായിട്ട് ഇതുവരെ ഞങ്ങൾ യാത്രയിൽ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ കയറുന്ന സമയത്ത് ഞങ്ങൾ കുളിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ കാറിന് ഇവിടേക്ക് ഇങ്ങനെ കയറിയ സമയത്ത് നമുക്ക് കുറേ സമയത്ത് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ ആ പരാതികളൊക്കെ ഇപ്പം തീർക്കാണ്. ഇതാ ഇവിടെ സൈഡിൽ നിന്നുള്ള വെള്ളം എടുത്തിട്ട് കാറിന് ഇതാ ഞങ്ങൾ രണ്ടാമത്തെ കുട്ടീനെ ഇതാ കുളിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതാ ഇതാണ് ഒന്നാമത്തെ കുട്ടി കേട്ടോ. നമ്മളെ കാറ് കഴുകിയ പോലെ ഇങ്ങനെ ഇവിടെ പല സ്ഥലത്തും ഇങ്ങനെ ഈ നാച്ചുറൽ ആയിട്ടുള്ള വെള്ളം വരുന്നുണ്ട് കേട്ടോ. അതിലേക്കൊക്കെ അതിന്നൊക്കെ ഈ ആർമി ട്രക്കുകളായാലും പിന്നെ അതുപോലെ തന്നെ വേറെ വണ്ടികളായാലും വന്നിട്ട് വെള്ളം ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകുന്നതൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം അത് കണ്ടപ്പോൾ നമുക്കും തോന്നി നമ്മളെ കാറൊക്കെ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലം എത്തുമ്പോൾ ഒന്ന് കഴുകാന്ന്. എന്തായാലും അടിപൊളിയായിട്ടോ, നല്ല വെള്ളമാണ്, നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ലേ വരേക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഏരിയാസാണ് കേട്ടോ. പിന്നെ കണ്ടില്ലേ ഈ ഒരു ഏരിയൻ്റെ പ്രത്യേകതകൾ കണ്ടില്ലേ, പാറകളൊക്കെയാണ്. അപ്പോൾ ഈ പാറകൾ കൂടുന്നതിനനുസരിച്ചിട്ട് പിന്നെ ചെടികളൊക്കെ കുറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഓക്സിജൻ്റെ ഒരു ഇഷ്യൂ വരും കേട്ടോ. പിന്നാണെങ്കിൽ ഇതാ ആളുകളൊന്നുമില്ല. അപ്പം നമ്മളെപ്പോഴും ഈ ഭാഗത്തൂടെയുള്ള ഡ്രൈവൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഡേ ടൈമിൽ തന്നെ എടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. നൈറ്റ് ടൈമിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത കാലാവസ്ഥ മാറ്റങ്ങളാണ് ഉണ്ടാവുക. ഇപ്പോൾ വൈകുന്നേരം ഒരു കാലാവസ്ഥ, അത് കഴിഞ്ഞിട്ട് രാത്രി വേറൊന്ന്, അത് കഴിഞ്ഞിട്ട് ഒരു പാതിര ആകുമ്പം അപ്പം വേറൊന്ന്, പിന്നെ പുലർച്ചെ ആകുമ്പോൾ വേറൊന്ന്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പകൽ സമയത്ത് മാക്സിമം ഡ്രൈവ് ചെയ്യാം. പിന്നെ വ്യൂസ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ പകൽ സമയത്ത് തന്നെയാണ് ഏറ്റവും സേഫ്. പിന്നെ ഇങ്ങനെ ഈ ഒരു ആൾക്കാർ തീരെയില്ലാത്ത ഭാഗങ്ങൾ എന്തെങ്കിലും പെട്ട് കഴിഞ്ഞിരിക്കുകയാണെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡേ ടൈമാണ് ഏറ്റവും ബെറ്റർ.
ഇതാ ഇവിടെയൊക്കെ കുറേ വണ്ടികളുണ്ട്. ഈ സൈഡിൽ നിർത്തിയിരിക്കുന്നത് നമ്മളെ ഇന്ത്യൻ ആർമീൻ്റെ വണ്ടികളാണ് കേട്ടോ. ഇവരൊരു കാര്യം നമുക്ക് പറയാതെ വയ്യ, നമ്മൾ ഇവിടെ ടൂറിസ്റ്റുകളായിട്ടാണ് വരുന്നത്. പക്ഷേ ഇവർ എല്ലാ കാലവും ഈ ഒരു ഭാഗം ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഇവിടെ എല്ലാ സമയത്തും ഇവരെ പ്രസൻസ് ആണുള്ളത്. രാത്രിയെന്നോ പകലെന്നോ ഒരു വ്യത്യാസമില്ലാതെ ഇവരാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. നമ്മളൊക്കെ ഒരു ഇയറിൽ എപ്പോഴെങ്കിലും, അതുമല്ലെങ്കിൽ ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യം അങ്ങനെയൊക്കെയല്ലേ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരികയുള്ളൂ. പക്ഷേ ഇവർ ത്രൂ ഔട്ട് ഈ ഒരു കാലാവസ്ഥയിൽ തന്നെയാണ് കഴിയുന്നത്. ശരിക്കും ഇവിടെ സീസൺ ആയി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ 6 മാസത്തോളം റോഡ് ക്ലോസ് ചെയ്യും, മൊത്തം സ്നോ വീഴും. ആ ഒരു കണ്ടീഷനിൽ ടൂറിസ്റ്റേഴ്സ് പോലും ഈ ഒരു ഭാഗത്ത് ഉണ്ടാവില്ല. പക്ഷേ ഇവർക്ക് അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ലല്ലോ. ഇവരുടെ വിചാരിക്കുകയാണെങ്കിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് സേവനം അർപ്പിക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ ആ ക്ലൈമറ്റ് ആയാൽ പോലും ഇവിടെ ഇതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇവരെപ്പോഴും ഉണ്ടാവും. നമ്മൾ ഇങ്ങനത്തെ ഹൈ ആൾട്ടിറ്റ്യൂഡുള്ള സ്ഥലങ്ങളിൽ വരുമ്പം, പ്രത്യേകിച്ച് നമ്മൾ സോനാമാർഗ് മുതൽ ഭയങ്കരമായിട്ട് ആൾട്ടിറ്റ്യൂഡ് കൂടിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആവും, ഓടാനും ചാടാനൊക്കെ തോന്നും. പക്ഷെ അതൊക്കെ റിസ്ക്കാണ്, വളരെ ശ്രദ്ധിക്കുക. ഞാൻ തന്നെ ഇപ്പോൾ റോഡിലിറങ്ങി 1-2 പിക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓടിച്ചാടിയൊക്കെ നടന്ന സമയത്ത് പിന്നെ കയറുമ്പോൾ ശ്വാസം കിട്ടാത്ത പോലെ ഒരു കിതപ്പ് വരികയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങൾ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മരങ്ങളൊക്കെ കുറവായതുകൊണ്ടും ഓക്സിജൻ ഭയങ്കര കുറവാണ്. മരങ്ങൾ കുറവ് അല്ല, മരങ്ങളില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും, ഇവിടെ ഒന്നും ഒരു മരങ്ങൾ പോലും ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരികയാണെങ്കിലും ടെൻഷൻ ആവാണ്ട് നമ്മൾ പതിയെ ശ്വസിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ചെറുതായിട്ട് നടക്കുമ്പോഴായാലും ഓടുമ്പോഴായാലും ഒക്കെ ശ്രദ്ധിച്ച് ടൈം എടുത്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ കിതച്ച പോലെ പിന്നെയും കിതച്ചുകൊണ്ടേ നിൽക്കും. ഞങ്ങള് താഴത്തുനിന്ന്, അതായത് കാർഗിലിൽ നിന്ന് കയറി വന്ന വഴികളാണ്. ആൾട്ടിറ്റ്യൂഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ വന്ന വഴികളൊക്കെ കയറി വന്നതാണ്. അതിന് താഴെന്നാണ് കയറി വന്നത്. ഇവിടെ കുറേ ചെമ്മരിയാട് വരിയായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാടുണ്ട് കേട്ടോ, കുറച്ചൊന്നല്ല. ഇതാണ് നമ്മൾ വാങ്ങിയ ഓക്സിജൻ സിലിണ്ടർ. ഇത് ജമ്മു നിന്നാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്, ശ്രീനഗറിൽ, സോറി. അപ്പോൾ ഇതെടുത്തിട്ട് ഇതിൽ കണക്ട് ചെയ്യാനാണ് അവർ പറഞ്ഞത്. പക്ഷെ കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. അവിടെ
കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. എന്താണെന്നുള്ള നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ നോർമലി നമുക്ക് ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇത്രേ ഉള്ളൂ. ഇത് നമ്മൾ വായിൽ വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓക്സിജൻ കിട്ടും. അതൊന്നും കൂടി മൗത്തിൽ വെച്ച് ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണത്. നിങ്ങളിപ്പോൾ നമ്മൾ വാങ്ങിയ ഓക്സിജൻ സിലിണ്ടർ കണ്ട് പിന്നെ ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് ഒന്ന് ഓടി ചാടിയൊക്കെ വന്നപ്പം നിന്ന് കിതയ്ക്കുന്നതും കണ്ട്. അപ്പം ഇനി ഒരു കാര്യം പറഞ്ഞു തരാം AMSനെ പറ്റിയിട്ട്. AMS എന്ന് പറഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡ് മൗണ്ട് സിക്നെസ് എന്നാണ്. അപ്പം നമ്മളിപ്പം ഉയരം കൂടിയ ഭാഗങ്ങളിലേക്ക്, ഇപ്പോൾ ഈ ലഡാക്ക് പോലുള്ള ഭാഗമോ അതെല്ലാം നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മൗണ്ടൈൻ്റെ മുകളിലൊക്കെ കയറാൻ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ AMS എന്ന് പറയുന്നത്. അതായത് ഹൈറ്റ് കൂടുന്തോറും ഓക്സിജൻ്റെ അളവ് കുറയും. അപ്പോൾ അത് നമ്മളെ ബോഡിയിൽ പല രീതിയിൽ എഫക്റ്റ് ചെയ്യും. ചിലർക്കത് ഒരു തലവേദന പോലെ, അല്ലെങ്കിൽ ഛർദി പോലെ, അല്ലെങ്കിൽ ക്ഷീണം, ചെറിയ തലകറക്കം, അല്ലെങ്കിൽ കിതപ്പ്, അങ്ങനെയൊക്കെയാണ് വരിക. അപ്പോൾ നമ്മൾ ആദ്യമൊന്നും ഇത് മൈൻഡ് ചെയ്യില്ല. പക്ഷേ ഈ കണ്ടീഷൻ പിന്നെയും എക്സിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഈ AMS ഏത് ഏജിലുള്ള ആളുകൾക്കും വരാം. അതായത് അത്ലറ്റ്സിന് വരെ വരാൻ വരുന്നൊരു കാര്യമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഡയമോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാബ്ലറ്റ് ഉണ്ട്. ഒരു ചെറിയ ടാബ്ലറ്റ് ആട്ടോ, വലിയ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തൊരു ടാബ്ലറ്റാണ്. അപ്പം നമ്മൾ ഇങ്ങനത്തെ റീജിയനിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ രാത്രി ഭക്ഷണം കഴിച്ച ശേഷം ഡയമോക്സിൻ്റെ ഒരു ടാബ്ലറ്റ് കഴിക്കുക. അപ്പം അതെന്താ വിചാരിച്ചാൽ നമ്മളുടെ ബോഡി ഫങ്ഷനെ അത് പെട്ടെന്ന് കൂട്ടും. അപ്പോൾ അത് കൂട്ടുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഓക്സിജൻ ഇൻടേക്ക് ചെയ്യാൻ കഴിയും. അതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഡയമോക്സ് എന്ന് പറയുന്നത്. അപ്പം പിന്നെ പിറ്റത്തെ ദിവസം രാത്രി അതുപോലൊരു ടാബ്ലറ്റ് നമ്മൾ കഴിച്ചാൽ മതി. പിന്നെ ഇങ്ങനത്തെ ഈ ഭാഗത്ത്, ഇപ്പോൾ ഈ ലഡാക്ക് ഭാഗത്തിലൊക്കെ ഏത് മെഡിക്കൽ ഷോപ്പിൽ നമ്മൾ പോയി ചോദിച്ചു കഴിഞ്ഞാലും ഈ ഡയമോക്സ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇപ്പം ഈ ഡയമോക്സ് കഴിച്ച് കഴിഞ്ഞിട്ടും നമുക്ക് ഇതേപോലത്തെ ഈ ഒരു ബ്രീത്ത്നെസ്സിൻ്റെ പ്രശ്നം, ക്ഷീണം, ഇതൊക്കെ വല്ലാണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഡോക്ടറുടെ അടുത്ത് പോയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ സ്വീകരിക്കേണ്ടതാണ്, മെഡിസിൻസൊക്കെ സ്വീകരിക്കേണ്ടതാണ്. കാരണം ഈ AMS ഇഷ്യൂ ശ്രദ്ധിക്കാതെ അവോയ്ഡ് ചെയ്ത് വിട്ട് അത് കൂടിക്കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് ഡെത്തിലേക്ക് വരെ എത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ചെറിയൊരു കാര്യം നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഒരു പ്രശ്നം വരില്ല. പക്ഷെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യത്തിലേക്ക് ആയിരിക്കും എത്തുക. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മളും ഡയമോക്സ് ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ ഈ ട്രിപ്പ് തുടങ്ങിയത് തൊട്ടിട്ട് ഇടയ്ക്ക് അയണിൻ്റെ ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അയൺ ടാബ്ലറ്റ് വേറെ ഒന്നുമല്ല, ഗേൾസിന് ക്ഷീണം എന്ന് പറയുന്നൊരു സംഭവം പെട്ടെന്ന് വരുമല്ലോ. അപ്പം അതൊന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്, കാരണം അയണിൻ്റെ കുറവ് കാരണമാണ് പെട്ടെന്ന് ക്ഷീണം വരിക. അപ്പം അതൊന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ബോഡിക്ക് ഒരു വൈറ്റമിൻ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഇടയ്ക്കൊന്ന് അയൺ ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ EJക്ക് ഗ്ലൂക്കോസിൻ്റെ ചെറിയ പാക്കറ്റ് ഉണ്ടല്ലോ, അത് വാങ്ങിയിട്ട് കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചോട്ടെ എന്നുള്ള രീതിയിൽ, ആൾക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയായതുകൊണ്ട് അത് കഴിച്ചോട്ടെ എന്നുള്ള രീതിയിൽ അത് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്ലൂക്കോവിറ്റേൻ്റെ ചെറിയ ബോൾസും അതുണ്ടായിരുന്നു. ഇതാണിപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പം നമ്മളിനിയിപ്പോൾ ലേയിലേക്ക് പോവുകയാണ്. ലേ തൊട്ടിട്ട് ഈ കണ്ടതിലും ഹൈറ്റ് കൂടിയ പ്ലേസുകളാണ് വരുന്നത്. അത് മാത്രമല്ല സ്നോ ആണ് ഇനി നമ്മൾ പോകുന്നത് ഭാഗങ്ങളിലൊക്കെ. ലേൻ്റെ മുകളിലേക്ക് കയറുന്തോറും നമ്മൾ എപ്പോഴും സ്നോനെ പ്രതീക്ഷിച്ചിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ലേ മുതലുള്ള ബാക്കി വീഡിയോസുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.